ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടെക്നിക്കൽ എക്സാമിനേഷൻസ് ഓൺ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. നമ്മുടെ കമ്പ്യൂട്ടർ സയൻസും ഇൻഫർമേഷൻ ടെക്നോളജിയും റിലേറ്റ് ചെയ്യുന്ന എക്സാംസിൽ PSC ടെക്നിക്കൽ എക്സാമിനേഷൻസിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ദ ബഫർ ഓവർഫ്ലോ അറ്റാക്ക് ഈസ് കോസ്ഡ് ബൈ ചോയ്സ് തന്നിട്ടുണ്ട്. വൾനറബിലിറ്റി ഇൻ ദ ഡിസൈൻ ഓഫ് എ നെറ്റ്വർക്കിംഗ് പ്രോട്ടോക്കോൾ, then vulnerability in the implementation of a networking protocol, then vulnerability in human behavior, then vulnerability in software. ഇപ്പോൾ ബഫർ ഓവർഫ്ലോ അറ്റാക്ക് എന്താണെന്ന് നമ്മൾ അറിയണം. എന്നാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ബഫർ ഓവർഫ്ലോ അറ്റാക്ക് എന്താണെന്ന് ആദ്യം നോക്കാം. സോ ബഫർ ഓവർഫ്ലോ അല്ലെങ്കിൽ ബഫർ ഓവർറൺ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? It is an anomaly in a software wherein the program attempts to store more data in a buffer than its default capacity. വേറെ ഒന്നുമില്ല, ബഫർ ഓവർഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഇതൊരു ബക്കറ്റാണ്. ബക്കറ്റിൻ്റെ അകത്ത് നമ്മൾ വെള്ളം കാരണം ഈ ഒരു കപ്പാസിറ്റിക്ക് അപ്പുറം പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? വെള്ളം ഓവർഫ്ലോ ആവും അല്ലേ, കളയും. സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഒരു ബഫർ ഓവർഫ്ലോ. നമുക്ക് സോഫ്റ്റ്വെയർ ആയിട്ട്, അതായത് നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാൻ സോഫ്റ്റ്വെയറിലുള്ള ഒരു അനോമലിയാണ് എന്ത് പറഞ്ഞാൽ ബഫർ ഓവർഫ്ലോ എന്ന് പറയുന്നത്. അതായത് ദ പ്രോഗ്രാം അറ്റംപ്റ്റ് ടു സ്റ്റോർ മോർ ഡേറ്റ ഇൻ എ ബഫർ മീൻസ് ദ മെമ്മറി സ്റ്റോർ ദാൻ ഇറ്റ്സ് ഡീഫോൾട്ട് കപ്പാസിറ്റി കോസിങ് ദ ബഫർ ടു ഓവർഫ്ലോ. അപ്പോൾ നമുക്ക് പറയാം ആ ബഫർ എന്ന് ഉദ്ദേശിക്കുക എന്താണ് ശരിക്കും? ഒരു സെക്ഷൻ ഓഫ് ദ മെമ്മറി ദാറ്റ് ഈസ് അലോക്കേറ്റഡ് ടു സ്റ്റോർ ഡേറ്റ. അപ്പോൾ ആ ഡേറ്റ ഓവർഫ്ലോ ആയിക്കഴിഞ്ഞാൽ ആ ഡേറ്റേനെ ഇറ്റ് മേ കറപ്റ്റ് ദ ഡേറ്റ, ക്രാഷ് ദ പ്രോഗ്രാം ആൻഡ് കോസ് എക്സിക്യൂഷൻ ഓഫ് ദ നെയ്ബറിംഗ് നോഡ് ഓൾസോ. അപ്പം ബഫർ ഓവർഫ്ലോ അറ്റാക്ക് മെയിൻലി എവിടെയാണത് പ്രോബ്ലം വരുത്തുന്നത്? ഇനി നമുക്ക് മറ്റേ ക്വസ്റ്റ്യനിലോട്ട് പോവാം. Now you can answer this question. അപ്പം ഡിസൈൻ ഓഫ് എ നെറ്റ്വർക്ക് പ്രോട്ടോക്കോളിൽ വരുന്ന വൾനറബിലിറ്റി ആണോ, അല്ല ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എ നെറ്റ്വർക്കിംഗ് പ്രോട്ടോക്കോൾ ആണോ, അല്ല ഹ്യൂമൻ ബിഹേവിയർ ആണോ, അല്ല സോഫ്റ്റ്വെയർ ആണോ? ആൻസർ കിട്ടി, വൾനറബിലിറ്റി ഇൻ സോഫ്റ്റ്വെയർ. സോ ദിസ് ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, moving on to the next question. Which of the following is not valid IPv4 addresses? IPv4 അഡ്രസ്സസിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും ഞാനൊരു ഓവറോൾ ഒരു ഐഡിയ തരാം. ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ എന്താണ് ഈ IP അഡ്രസ്സ് എന്ന് പറയുന്നത്? IP അഡ്രസ്സ് എന്ന് പറയുന്നത് ഹൗ ടു റീച്ച് എ സ്പെസിഫിക് ഹോസ്റ്റ് എസ്പെഷ്യലി ഔട്ട്സൈഡ് ദ ലാൻഡ്, അല്ലേ? നമുക്ക് യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്രസ്സാണ് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. സ്റ്റാൻഡ്സ് ഫോർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. IP സ്റ്റാൻഡ്സ് ഫോർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഓക്കെ, അറിയാം IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 32-bit യൂണിക് അഡ്രസ്സാണ്, ഹാവിങ് എൻ അഡ്രസ് സ്പേസ് ഓഫ് 2^32. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാം. IP അഡ്രസ്സസ് ആർ ഗ്ലോബലി മാനേജ്ഡ് ബൈ ആരാണ്? ഇൻ്റർനെറ്റ് അസൈൻഡ് നമ്പേഴ്സ് അതോറിറ്റി. ഓക്കെ, അയാന എന്ന് പറഞ്ഞ അതോറിറ്റിയാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്. ആരാണ്? ദാറ്റ് ഈസ് ഇൻ്റർനെറ്റ് അസൈൻഡ് നെറ്റ്വർക്ക് അതോറിറ്റി, നമ്പേഴ്സ് അതോറിറ്റി. ഓക്കെ, ഇൻ്റർനെറ്റിനെ അസൈൻ ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ അതോറിറ്റി. ഓക്കെ, ഇൻ്റർനെറ്റ് അസൈൻഡ് നമ്പേഴ്സ് അതോറിറ്റി ആൻഡ് റീജിയണൽ ഇൻ്റർനെറ്റ് രജിസ്റ്ററീസ്. രണ്ടുപേരുമാണ് ഈ IP അഡ്രസ്സസ് ഗ്ലോബലി മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ IP അഡ്രസ്സസിൽ നോർമലി 2 നൊട്ടേഷൻസാണ് ഉള്ളത്. ഒന്ന് ഡോട്ടഡ് ഡെസിമലും ഒന്ന് ഹെക്സാഡെസിമലും. പക്ഷെ നമ്മൾ നോർമലി ഡോട്ടഡ് ഡെസിമലാണ് കൂടുതലും കണ്ടിട്ടുള്ളത്, അല്ലേ? ഓക്കെ, ഇനി നമ്മൾ IPക്ക് 2 വേർഷൻസ് ഉണ്ട്. IPv4 ഉണ്ട്, v6 ഉണ്ട്. IPv4 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 32-bit ആണ്. അതേപോലെ IPv6 വേർഷൻ വരുന്ന 128-bit ആണ്. ഓക്കെ,
128 ബിറ്റാണ്. ഓക്കെ, നമുക്കിപ്പോൾ IPv4ൻ്റെ കേസ് പഠിക്കാം. IPv4 അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഡിവൈഡഡ്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന IPv4 വേർഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, IPv4 അഡ്രസ് ഇസ് ആക്ച്വലി ഡിവൈഡഡ് ഇൻ 2 പാർട്സ്. നെറ്റ്വർക്ക് ID ഉണ്ട്, ഹോസ്റ്റ് പാർട്ടും ഉണ്ട്. അപ്പോൾ നോക്കുക, ഇങ്ങനെ നമുക്ക് 5 ക്ലാസ്സസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് റാൻഡമായിട്ടൊന്ന് റഫായിട്ട് എന്താണെന്നുള്ള IPv4ഉം ഏതൊക്കെ ക്ലാസ്സസ് ആണെന്നുള്ളതൊക്കെ പറയാം. പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്ഫുൾ അഡ്രസ്സിങ്, ക്ലാസ്ലെസ് അഡ്രസ്സിങ്. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പോകുന്നതിന് പകരം ഞാൻ ജസ്റ്റ് ക്ലാസ്സസ് എന്താണെന്നുള്ളത് പറയാം. ഓക്കെ, ക്ലാസ്ഫുള്ളിനകത്ത് 5 ക്ലാസ്സസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C, ക്ലാസ് D ആൻഡ് ക്ലാസ് E. ഓക്കെ, അപ്പോൾ പറഞ്ഞ് ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻറ്റു നെറ്റ്വർക്ക് IDയും ഹോസ്റ്റ് ID. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പഠിക്കാൻ എളുപ്പത്തിന് ഞാൻ പറയുകയാണ്. ക്ലാസ് ABC 32 ബിറ്റ് അല്ലേ? ഇത് ഡിവൈഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: 8, 24, നെക്സ്റ്റ് 16, 16, നെക്സ്റ്റ് 24, 8. ഇതങ്ങ് പഠിച്ചു വയ്ക്കുക. 8, 24, 16, 16, 24, 8. ഇതിൽ 8ൽ ക്ലാസ് A ആകുമ്പോഴത്തേക്കും നമ്മളവിടെ 0 കൊടുക്കും. ഓക്കെ, ക്ലാസ് A ആകുമ്പോഴത്തേക്കും 0 കൊടുക്കും. ഇനി ക്ലാസ് B ആകുമ്പോഴത്തേക്കും 10 കൊടുക്കും. ക്ലാസ് C ആകുമ്പോഴത്തേക്കും 110 കൊടുക്കും. ക്ലാസ് D ആകുമ്പോഴത്തേക്ക് 1110 കൊടുക്കും. ക്ലാസ് E ആകുമ്പോഴത്തേക്ക് 1111. അപ്പോൾ ഇത്രയൊന്ന് പഠിച്ചു വയ്ക്കുക. ക്ലാസ് A ആണെങ്കിൽ 0, ക്ലാസ് B 10, 110 ക്ലാസ് C, 1110 ക്ലാസ് D, 4 ഉണ്ടായിക്കഴിഞ്ഞാൽ ക്ലാസ് E. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു നെറ്റ്വർക്ക് ID, ഹോസ്റ്റ് ID ഉണ്ടാവും. ഇനി നമുക്കിതെങ്ങനെ പഠിക്കാം? ക്ലാസ് Aക്കകത്ത് 8 ബിറ്റാണ് എന്തെന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ID എന്ന് പറയുന്നത്. 8 ബിറ്റുണ്ട്. അതിൽ 8 ബിറ്റ്, അതിൽ ഒരു ബിറ്റ് ഓൾറെഡി ഇവിടെ പോയി കഴിഞ്ഞു. ബാക്കി എത്ര ബിറ്റ് വരും? 7 ബിറ്റ്. ബാക്കി എത്ര വരും? 7 ബിറ്റ്. ഇപ്പോൾ ടോട്ടൽ എത്രയായി? 8 ആയി. ദെൻ 24. അപ്പോൾ ഇതാണ് ആരുടെ? ക്ലാസ് Aൻ്റെത് വരുന്നത്. മനസ്സിലായോ? ക്ലാസ് Aൻ്റെ വരുന്നത്. സിമിലർലി ക്ലാസ് Bൻ്റെ ആണെങ്കിലോ, ഞാൻ പറഞ്ഞു 16, 16 ആക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ ഓൾറെഡി 2 ബിറ്റ് വന്നു കഴിഞ്ഞു. ഇനി ഇവിടെ ബാക്കി എത്ര ബിറ്റ് വരും? 14 ബിറ്റ്. ബാക്കി ഇവിടെ എത്ര വരും? 60. ഇപ്പോൾ ടോട്ടൽ ഓൾ ടുഗദർ എത്രയായി? 32 ബിറ്റ് ആയില്ലേ? സിമിലർലി ക്ലാസ് Cൻ്റെ നോക്കാം. ക്ലാസ് Cൻ്റെ ഞാൻ പറഞ്ഞു 24, 8 ആക്കാൻ പറഞ്ഞു. 24, 8. അപ്പോൾ ഓൾറെഡി ഇവിടെ എത്ര? 3 ബിറ്റ് വന്നു. 1, 2, 3. 3 ബിറ്റ് വന്നു അല്ലേ? ഇവിടെ കണ്ടു ഓൾറെഡി എത്ര ബിറ്റ് വന്നു? 3 ബിറ്റ് വന്നു. ഇനി ഞാൻ എത്ര ബിറ്റും കൂടെ വരും നെറ്റ്വർക്കിന്? എത്ര വന്നു? 24 അല്ലേ? ബാക്കി റിമൈനിങ് 21. ഓക്കെ, ബാക്കി എത്ര വരും ഇവിടെ? 24 വന്നു, അടുത്ത 8. ഇതിന് ക്ലാസ് Dക്ക് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ക്ലാസ് Dക്ക് നിങ്ങൾക്ക് എത്ര വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലാസ് Dക്ക് നോക്കിക്കേ, ഇവിടെ ഓൾറെഡി 4 ബിറ്റ് വന്നു കഴിഞ്ഞു. അതാണ് നെറ്റ്വർക്കിൻ്റെത്. ബാക്കി എത്ര? 28 എന്താണ് വരുന്നത്? ഹോസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് അതേപോലെ തന്നെ ക്ലാസ് Eക്കാണെങ്കിലും 4 ബിറ്റാണ് നെറ്റ്വർക്കിന്, ബാക്കി 78 ഹോസ്റ്റിനാണ്. ഇതൊന്ന് നിങ്ങളൊന്ന് ഈ രീതിയിലൊന്ന് എളുപ്പത്തിന് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏത് വരുന്ന പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ലീഡിങ് ബിറ്റ്സൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ക്ലാസ് Aൻ്റെ ആണെങ്കിൽ 0, ക്ലാസ് Bൻ്റെ ആണെങ്കിൽ 10, ക്ലാസ് Cൻ്റെ ആണെങ്കിൽ 110, ക്ലാസ് Cൻ്റെ ആണെങ്കിൽ 1110, ക്ലാസ് Eൻ്റെ ആണെങ്കിൽ 1111. ഇതനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോന്നും ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നത്. ഓക്കെ, ഇനി
ഇനി ക്ലാസ് എൻ്റെ ഇത് നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. ക്ലാസ് എൻ്റെ ആണെങ്കിൽ 0 to 127 വരെ റേഞ്ച് വരും. 0 to 127 എന്ന് പറഞ്ഞാൽ 0.0.0.0. കാരണം ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്. ഇത് തൊട്ട് എത്ര വരെ വരും? മാക്സിമം 127.255.255.255. ഓക്കെ, കാരണം നമുക്കറിയാം ഒരു 0 ഇവിടെ പറയുന്നത് ഒരു ഇങ്ങനെ 0.0.0.0 എന്ന് പറയുന്നത് എത്രയാണ്? ഒരു 0 എന്ന് പറയുന്നത് ഹെക്സാഡെസിമൽ എത്ര വരും? 4 സീറോസ് അല്ലേ? 4 സീറോസ്. ഓക്കെ, 8 ഒരു 0 എന്ന് പറഞ്ഞാൽ 8 സീറോസാണ് അല്ലേ? 8 സീറോസ് വരും. ഓക്കെ, 8 സീറോസ് വരും. അങ്ങനെ നമുക്ക് എത്ര വരും? 32 ബിറ്റാണ്. സോ ഇത്രയും മനസ്സിലാക്കുക. ഈ ഒരു ഇത് നിങ്ങളിങ്ങനെ കാണാതെ ബൈ ഹാർട്ട് ചെയ്യുക. ക്ലാസ് എൻ്റെ ആണെങ്കിൽ 0 to 127, ദെൻ ക്ലാസ് ബീൻ്റെ ആണെങ്കിൽ അടുത്ത റേഞ്ച് 128 to 191, ദെൻ ക്ലാസ് സി ആണെങ്കിൽ 192 to 223, ക്ലാസ് ഡി ആണെങ്കിൽ 224 to 239, ആൻഡ് ക്ലാസ് ഇ ആണെങ്കിൽ 240 to 255. അപ്പോൾ മാക്സിമം മനസ്സിലാക്കുക, നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to 255 ആണ്. ഓക്കെ, അപ്പം ഇനി ഇതിൻ്റെ അകത്ത് ഈ ഒരു ടേബിളും കൂടെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. ക്ലാസ് എൻ്റെ ലീഡിങ് ബിറ്റ് 0 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ക്ലാസ് ബിൻ്റെ 10, ക്ലാസ് എൻ്റെ 110, ക്ലാസ് ഡിയുടെ 1110, ക്ലാസ് ഇയുടെ 1111. ഇനി നെറ്റ് ഐ ഡി ബിറ്റ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ എളുപ്പമാർക്കത്തിൽ പറഞ്ഞു 8, 24, 16, 16, 24, 8 എന്ന് പറയുമ്പോൾ നെറ്റ് ഐ ഡി ഹോസ്റ്റ് ഐ ഡിയും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടില്ല. ലീഡിങ് ബിറ്റ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്പർ ഓഫ് നെറ്റ്വർക്ക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലീഡിങ് ബിറ്റ് പോയി കഴിഞ്ഞിട്ടുള്ള എത്രയാണ്? 7. അതാണ് 2⁻7 വരുന്നത്. ഇനി ക്ലാസ് ബീൻ്റെ നമ്പർ ഓഫ് നെറ്റ്വർക്ക്സ് ചോദിച്ചാൽ ലീഡിങ് ബിറ്റ് 2ആണ് ലീഡിങ് ബിറ്റ്. അപ്പോൾ എത്ര വരും? അപ്പം ടോട്ടൽ 16 ഉണ്ട്, പക്ഷേ ലീഡിങ് ബിറ്റ് 2 പോകുന്നു. അപ്പം അതാണ് 2⁻14 വരുന്നത്. അതേപോലെ ക്ലാസ് സി ആണെങ്കിൽ ടോട്ടൽ 24 ഉണ്ട്, പക്ഷെ അവിടെ 3 ബിറ്റ് പോകുന്നുണ്ട്. അതാണ് 2⁻21 വരുന്നത്. അതേപോലെ അഡ്രസ്സസ് പെർ നെറ്റ്വർക്ക് അത് സെയിം തന്നെയാണ്. 24ഉം 16ഉം 8ഉം അത് സെയിം തന്നെയാണ്. പക്ഷേ നെറ്റ്വർക്ക്സിൻ്റെ കേസിൽ ലീഡിങ് ബിറ്റ്സും കൂടെ കുറച്ചിട്ട് വേണം കൊടുക്കേണ്ടത്. അതാണ് നമ്പർ ഓഫ് നെറ്റ്വർക്ക്സ് എന്ന് ചോദിക്കുന്നത്. പിന്നെ അഡ്രസ്സസ് എത്ര നെറ്റ്വർക്കിൽ എത്ര അഡ്രസ്സസ് ഉണ്ടെന്ന് ചോദിക്കുന്നതാണ് നമ്മൾ ഹോസ്റ്റ് പാർട്ട് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അഡ്രസ്സസ് പെർ നെറ്റ്വർക്ക് ക്ലാസ് എയിൽ എത്ര അഡ്രസ്സസ് പെർ നെറ്റ്വർക്ക് വരും, അല്ലെങ്കിൽ നമ്പർ ഓഫ് നെറ്റ്വർക്ക്സ് പോസിബിൾ ഇൻ ക്ലാസ് ബി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ടേബിൾ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ വരുന്നത് സ്റ്റാർട്ട് അഡ്രസ്സും എൻഡ് അഡ്രസ്സും. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. 0 to 127, 128 to 191. ഇപ്പോൾ സ്റ്റാർട്ടിങ് ഈ അഡ്രസ്സ്. അപ്പോൾ നമുക്കറിയാം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയും വരും. ഈ റേഞ്ചിലുള്ള, ഇപ്പം സപ്പോസ് ഇതൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചാൽ 192.0. സംതിങ് 20. അല്ലെങ്കിൽ 200.20.5. ഇതിപ്പം ഏത് അഡ്രസ് റേഞ്ചിൽ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പറയാം? ക്ലാസ് സി ആണെന്ന് പറയാം. ഓക്കെ, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര ഒരു ബേസിക് ഐഡിയ ഇതിൽ നിന്ന് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ മനസ്സിലാക്കേണ്ട ക്ലാസ് ഡി ക്ലാസ് ഡി എന്ന് പറയുമ്പോൾ മൾട്ടികാസ്റ്റ് അഡ്രസ്സിന് വേണ്ടിയിട്ടാണ്. ക്ലാസ് ഇ എന്ന് പറഞ്ഞാൽ റിസർവ്ഡ് ആണ്. ഓക്കെ, ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി റിസർവ്ഡ് ആണ്. ഇനി നമുക്ക് മറ്റ് ക്വസ്റ്റ്യനിലോട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് വാലിഡ് IP4 അഡ്രസ്? IP4 അഡ്രസ് അല്ലാത്ത ഏതാണ്? ഇത് നോക്കിക്കേ, 192.10.14.3. നമുക്കിത് ഏത് ക്ലാസ് എന്ന് പറയാം? യെസ്,
ക്ലാസ് ബി എന്ന് പറയാം. ക്ലാസ് സി എന്ന് പറയാം. കാരണം നമുക്കറിയാം 192 to 223 വരെയാണ് ക്ലാസ് സി. ഇനി 201.172.275 275 എന്ന ഏതെങ്കിലും ഒരു അഡ്രസ്സ് ഉണ്ടോ? മാക്സിമം എത്രയേ വരത്തുള്ളൂ? 0 to 255. നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാം ഇതാണ് ആൻസർ. കാരണം 275 ഒരു വാലിഡ് IPv4 അഡ്രസ്സ് അല്ല. ഓക്കെ, ഇനി ഇതേത് ക്ലാസ്സിൽ വരും? 65.6 90.11 11.00 അത് ക്ലാസ് എയിൽ വരും അല്ലേ. ഇതേത് അഡ്രസ്സിൽ വരും? 193.20. ഇത് നമ്മുടെ ക്ലാസ് സിയിൽ വരും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ആൻസർ ബി. അതല്ല ആ ക്ലാസ് ആ ഒരു അഡ്രസ്സ് വാലിഡ് അല്ല. കാരണം 275 എന്ന് പറഞ്ഞൊരു അഡ്രസ്സ് ഉണ്ടോ? മാക്സിമം 0 to 255. അതായത് നമുക്ക് ഇങ്ങനെ വരുന്നത് 0.02 0.02 മാക്സിമം എത്ര വരും? 255.255.255.255. 275 ഉണ്ടോ? ഇല്ല. ഓക്കെ, moving on to next question. Address resource records are associated with dash. Routing tables in internet routers, ARP/HS in LAN workstations, then DNS servers, then none of the above. ഈ ഒരു ടേം നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ കേട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. റിസോഴ്സ് റെക്കോർഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരും ഇത് മീൻസ്. ഓക്കെ, ബിഫോർ ദാറ്റ് നമുക്ക് നോക്കാം എന്താണ് ഈ അഡ്രസ് റിസോഴ്സ് റെക്കോർഡ്സ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേമിനെ കുറിച്ച് ഇവിടെ പറയുന്നത് ആദ്യം DNS. DNS എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാകും. എന്താണ് DNS? വാട്ട്സ് എ ഫുൾ ഫോം ഓഫ് DNS? ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് പറയുമ്പോഴത്തേക്കും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നീട് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ, സോ എന്താണ് DNS? DNS മീൻസ് ഡൊമെയിൻ നെയിം സിസ്റ്റം. വാട്ട് ഈസ് ഡൊമെയിൻ നെയിം സിസ്റ്റം? ഇറ്റ് ഈസ് എ ഫോൺ ബുക്ക് ഓഫ് ദ ഇൻ്റർനെറ്റ്. അതായത് ഫോൺ ബുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഡയറക്റ്റ് ഫോൺ ബുക്ക് നമ്മുടെ ഫോൺ ഡയറക്ടറിയിൽ നമുക്ക് എന്താണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ് അതിൻ്റെയൊക്കെ നമ്പേഴ്സ് നമുക്ക് ആ ഫോൺ ഡയറക്ടറിയിൽ ഉണ്ടാവും. അതേപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ ഫോൺ ബുക്ക് എന്ന് പറയപ്പെടുന്ന ഏതാണ്? DNS ആണ്, ഡൊമെയിൻ നെയിം സിസ്റ്റം. അതായത് ഒരു യൂസർ ഒരു ഡൊമെയിൻ നെയിം ടൈപ്പ് ചെയ്തേ. ഡൊമെയിൻ നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ www.google.com എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കത്തില്ലേ, ആ പറയുന്ന google.com-നെയാണ് നമ്മൾ ഡൊമെയിൻ നെയിം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു URL നമ്മൾ ബ്രൗസർ എടുത്തിട്ട് URL www.google.com എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും വെബ് ബ്രൗസറിൽ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഈ DNS ആണ് എന്ത് ചെയ്യുന്നത്? ആ സൈറ്റിൻ്റെയൊക്കെ കറക്റ്റ് IP അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത്. കാരണം DNS എന്ന് പറഞ്ഞാൽ ഫോൺ ബുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ DNSന് എന്താണ്? ആ സൈറ്റിൻ്റെ എല്ലാ സൈറ്റിൻ്റെ അഡ്രസ്സസും DNSൻ്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പോൾ DNS ആണ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫൈൻഡിങ് ദ കറക്റ്റ് IP അഡ്രസ് ഫോർ ദോസ് സൈറ്റ്. ഓക്കെ, നമ്മൾ യൂസർ ടൈപ്പ് ചെയ്യുന്ന ആ സൈറ്റിൻ്റെ കറക്റ്റ് IP അഡ്രസ്സ് ആരാ കൊടുക്കുന്നത്? DNS ആണ്. ഓക്കെ, അപ്പം അതിന് വേണ്ടി അത് എങ്ങനെയാണ് DNS എങ്ങനെയാണ് ഒരു ക്വറി അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സൈറ്റ് ഇത് കണ്ടുപിടിക്കുന്നത്? ഡൊമെയിൻ നെയിം കണ്ടുപിടിച്ച് നമുക്ക് റിട്രീവ് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഒരു യൂസറാണിതെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ www.example.com എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് URL വെബ് ബ്രൗസർ എടുത്ത് URL ഞാൻ ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? DNS റിസോൾവറിൻ്റെ അകത്ത് പോകും. DNS റിസോൾവർ എന്ത് ചെയ്യും? ഈ DNS റിസോൾവർ എന്ത് ചെയ്യും? റൂട്ട് സെർവറിനെ ചോദിക്കും. റൂട്ട് സെർവറാണ് ഈ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഈ ഡൊമെയിൻ നെയിമിനെ IP അഡ്രസ്സിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഈ റൂട്ട് സെർവർ എന്ത് ചെയ്യും? DNS റൂട്ട് സെർവർ തിരിച്ച് റൂട്ട് സെർവർ എന്ത് ചെയ്യും? റിസോൾവറിന് റെസ്പോണ്ട് ചെയ്യും. അതായത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? അഡ്രസ് ഓഫ് ദ TLD എന്ന് വെച്ചാൽ ടോപ്പ് ലെവൽ ഡൊമെയിൻ. ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പം www.google ഇവിടെ example.com ആണെങ്കിൽ അതിൻ്റെ .com ഉണ്ടല്ലോ, .com അതിനെയാണ് TLD
ആ .com ഒക്കെ ഇരിക്കുന്നത് ടോപ്പ് ലെവൽ ഡൊമെയിൻ. ആ .com ഒക്കെ ഇരിക്കുന്ന ആ സെർവറിലോട്ട് തിരിച്ചതിന് അങ്ങോട്ട് അതിന് പറഞ്ഞു വിടും. ഓക്കെ, അവിടെയാണ് ദാറ്റ് സോഴ്സ് ദ ഇൻഫോർമേഷൻ ഫോർ ഇറ്റ്സ് ഡൊമെയിൻ. ഓക്കെ, അപ്പോൾ ആദ്യം DNS റിസോൾവർ എന്ത് ചെയ്യും? റൂട്ട് സെർവറിൽ കൊടുക്കും. റൂട്ട് സെർവറാണ് വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ റിസോൾവിങ് ദ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഡൊമെയിൻ നെയിമിനെ IP അഡ്രസ് ആക്കുന്ന ഈ റൂട്ട് സെർവർ ദെൻ റെസ്പോണ്ട് ടു ദ റിസോൾവറിന് കൊടുക്കും ആരുടെ ഈ TLD സെർവറിൻ്റെ അഡ്രസ്സ്. കാരണം അവിടെയാണ് ഇത് .com ഇരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ റിസോൾവർ ഈ TLD സെർവറിനെ ക്വയറി ചെയ്യും. കാരണം ഇതിൻ്റെ അഡ്രസ്സ് റൂട്ട് സെർവർ എന്ത് ചെയ്യും? TLD സെർവറിൻ്റെ അഡ്രസ്സ് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഞാനിവിടെ പോയി ചോദിക്കാം, DNS റിസോൾവറിന് ആരുടെ അഡ്രസ്സ് കിട്ടി? TLD സെർവറിൻ്റെ അഡ്രസ്സ് കിട്ടി. ഇനി ആരെ ചെയ്താൽ മതി? ഇയാളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതിയല്ലോ. അതാണ് അടുത്ത സ്റ്റെപ്പ്. റിസോൾവർ എന്ത് TLD സെർവറിനെ ക്വയറി ചെയ്യും. എന്നിട്ട് എന്ത് കിട്ടും? IP അഡ്രസ്സ് ഏതാണോ IP അഡ്രസ്സ് വേണ്ടത് ആ IP അഡ്രസ്സ് ആര് കൊടുക്കും? ഈ TLD സെർവർ കൊടുക്കും. ഓക്കെ, റിസോൾവർ എന്ത് ചെയ്യും? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അപ്പോൾ ഈ ഒരു IP അഡ്രസ്സ് കൊടുക്കും. അങ്ങനെ ഈ റിസോൾവർ എന്ത് ചെയ്യും? തിരിച്ച് ആർക്ക് കൊടുക്കും? റിസോൾവറിന് ഇപ്പോൾ നമുക്ക് ആ IP അഡ്രസ്സ് കിട്ടി, തിരിച്ച് എന്ത് ചെയ്യും? ക്ലയൻറ്റിലോട്ട് കൊടുക്കും. ഏതാണോ ക്ലയൻറ്റിലോട്ട് കൊടുക്കും. ഓക്കെ, അതാണ് ഇങ്ങനെയാണ് നോർമലി നമ്മളൊരു URL വെബ്സൈറ്റിൽ വെബ് ബ്രൗസറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഇൻറ്റേർണൽ പ്രൊസീജിയർ ഇങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ റിസോഴ്സ് റെക്കോർഡ് എന്ന് ഇസ് അസോസിയേറ്റഡ് വിത്ത് അങ്ങനെയും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ DNS സെർവറിന് ഒരു DNS റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യണം. എന്തിനു വേണ്ടി? ഹോസ്റ്റ് നെയിമും ഡൊമൈനെ കുറിച്ചിട്ടുള്ള ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യണം. ആ റെക്കോർഡിനെയാണ് റിസോഴ്സ് റെക്കോർഡ് എന്ന് പറഞ്ഞത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസോഴ്സ് റെക്കോർഡ്സ് ഉണ്ട്. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പം ഈ റിസോഴ്സ് റെക്കോർഡ്സ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊവൈഡ് ദ important information about the domain name or host name. Okay, and resource record format ആണിത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഒന്ന് ഹോസ്റ്റ് നെയിം അല്ലെങ്കിൽ IP അഡ്രസ് കൊടുക്കും. പിന്നെ മീൻസ് യൂസ്ഡ് ഓൺ ദ ഇൻ്റർനെറ്റ്. പിന്നെ എക്സാമ്പിൾ ഏത് ടൈപ്പ് ഓഫ് റിസോഴ്സ് റെക്കോർഡാണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസോഴ്സ് റെക്കോർഡുണ്ട്. ഇതിപ്പോൾ NS ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നെയിം സെർവർ റെക്കോർഡ്. IP അഡ്രസ് ഒരു ഹോസ്റ്റ് നെയിം ഇവിടെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ആക്ച്വലി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? അഡ്രസ് റിസോഴ്സ് റെക്കോർഡ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ഒറ്റ വാക്കിൽ പറയുന്നതാണ് DNS സെർവേഴ്സ്. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോട്ടോകോൾസ് ഇസ് യൂസ്ഡ് ഇൻ ആക്സസിങ് വെബ് മെയിൽ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. കാരണം ഇതിന് 2 ഓപ്ഷൻസും കറക്റ്റാണ്. ഒരു വെബ് മെയിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പ്രോട്ടോകോൾസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, POP3 IMAP. അപ്പോൾ നോർമലി നമുക്ക് പോയി വരുന്നൊരു കൺഫ്യൂഷനാണ് SMTP, POP3, IMAP. ഇതെല്ലാം ഈ മീൻസ് സെൻഡിങ് ആൻഡ് റിസീവിങ് ഇമെയിൽസ് അല്ലേ? എല്ലാം ഇമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് അല്ലേ? നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഡിഫറൻസ് മെയിലെ നോക്കാം. സോ ഇതിൽ ഫസ്റ്റ് HTTP ആണ്. HTTP എന്തായാലും വരത്തില്ല, മെയിലല്ല. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ് HTTP എന്ന് പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ട്രാൻസ്മിറ്റിംഗ് ഹൈപ്പർ മീഡിയ ഡോക്യുമെൻറ്റ്സ് സച്ച് ആസ് HTML. വെബ് ബ്രൗസേഴ്സും വെബ് സെർവേഴ്സും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HTTP പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിഫറൻസ് മനസ്സിലാക്കേണ്ടതാണ് SMTP, POP3 ആൻഡ് IMAP4 തമ്മിലുള്ള ഡിഫറൻസ്. സപ്പോസ് ആലിസ് ഇസ് സെൻഡിങ് എ മെയിൽ ടു ബോബ്. മെയിൽ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഷീ സെൻഡ് മെയിൽ by means of which protocol? SMTP. SMTP means what? Simple Mail Transfer Protocol. That mail server passes, അതായത് ആലിസിൻ്റെ, അതായത് സെൻഡറിൻ്റെ
മെയിൽ സെർവറിൽ കൂടെ SMTP വഴി നെറ്റ്വർക്കിലോട്ട് പാസ് ചെയ്യും. ഓക്കെ, മീൻസ് മെയിൽ സെർവർ, ദിസ് മെയിൽ സെർവർ പാസസ്, അതായത് സെൻഡറിൻ്റെ മെയിൽ സെർവർ പാസസ് ദ ഡേറ്റ ഓവർ ദ നെറ്റ്വർക്ക് എഗെയിൻ ത്രൂ ബൈ മീൻസ് ഓഫ് SMTP. ഇനി SMTP വഴി എന്ത് പറ്റും? ഈ മെയിൽ സെർവറിൽ നിന്നും, സെൻഡറിൻ്റെ മെയിൽ സെർവറിൽ നിന്നും SMTP വഴി, SMTP by means of SMTP protocol to ആരുടെ മെയിൽ സെർവറിലോട്ട് പോകും? റിസീവറിൻ്റെ മെയിൽ സെർവറിലോട്ട് പോകും. അപ്പോൾ ഇത്രേ ആര് ചെയ്യുന്നുള്ളൂ? SMTP ചെയ്യുന്നുള്ളൂ. SMTP എന്ത് ചെയ്യുന്നു? ഈ സെൻഡറിൻ്റെ മെയിൽ സെർവറിൽ നിന്നും ആരുടെ മെയിൽ സെർവറിലോട്ട്? റിസീവറിൻ്റെ മെയിൽ സെർവറിലോട്ട് എത്തിച്ചു കൊടുക്കുന്നു. ഇനി ആരാണ് അത് ആക്സസ് ചെയ്യുന്നത്? ഏത് പ്രോട്ടോക്കോൾ വഴിയാണ് ഇമെയിൽ ആക്സസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ റിസീവറായ ബോബ് എങ്ങനെയാണ് ഇത് ആക്സസ് ചെയ്യുന്നത്? ബോബ് പുൾ ദ മെയിൽ from the mail server by means of which protocol? POP3 or IMAP. POP3 means Post Office Protocol. Then IMAP4 means Internet Message Access Protocol. For message, for accessing email, we can use two protocols, POP3 or IMAP4. Okay. IMAPിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോൾ, പോപ്പിൻ്റെ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ. അപ്പം ഈ ഡിഫറൻസ് ഒന്ന് നമുക്ക് നോക്കാം. പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോളും ഈ IMAPും, അപ്പോൾ രണ്ടും ബോത്ത് ദീസ് പ്രോട്ടോക്കോൾസ് ആർ യൂസ് ഫോർ ആക്സസിങ് ദ മെയിലാണ്. SMTPയുടെ യൂസേജ് എന്താണ്? സെൻഡറിൻ്റെ മെയിൽ സെർവറിൽ നിന്നും റിസീവറിൻ്റെ മെയിൽ സെർവറിലോട്ട് അയക്കുക. So, post office protocol means it allows us to read the mail only after downloading it. IMAP ആണെങ്കിൽ ബിഫോർ ഡൗൺലോഡിംഗ് ആണ്, അത് മെയിൻ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ആഫ്റ്റർ ഡൗൺലോഡിംഗ് ആണ് പോസ്റ്റ് ഓഫീസ് ആഫ്റ്റർ ഡൗൺലോഡിങ് ഇറ്റ്. IMAP ആണെങ്കിൽ ബിഫോർ ഡൗൺലോഡിങ്. ജസ്റ്റ് ആ ഒരു ഇത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, okay, coming back to our question. അപ്പോൾ നമുക്ക് അറിയാം വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോട്ടോക്കോൾസ് ഈസ് യൂസ്ഡ് ഇൻ ആക്സസിങ് വെബ് മെയിൽ. ഇതെന്തായാലും വെബ് മെയിലിന് ആക്സസ് ചെയ്യാനുള്ളതല്ല. നമ്മൾ വിചാരിക്കുക SMTP ആണോ? സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ഇല്ല. എന്താണ്? സിമ്പിളി മെയിൽ അങ്ങോട്ടും മെയിൽ സെർവറിൽ നിന്നും ഒറ്റ മെയിൽ സെർവർ, അതായത് സെൻഡറിൻ്റെ മെയിൽ സെർവറിൽ നിന്നും റിസീവറിൻ്റെ മെയിൽ സെർവറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ആര്? SMTP. നമുക്ക് മെയിൽ കിട്ടുന്നത് എങ്ങനെയാണ്? by means of POP3 and IMAP ആണ്. രണ്ട് ക്വസ്റ്റ്യനും ഇത് രണ്ടും ആൻസർ ശരിയാണ്. സോ അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അസ്യൂമിങ് ദ സെയിം കീ ഈസ് യൂസ്ഡ് ടു occurrence of the same plain text characters are encrypted as identical output symbols in which of the following. അപ്പം ഇതിൽ ഏത് സൈഫർ മെത്തേഡാണ് സെയിം കീ വെച്ചിട്ട്, എന്നുവെച്ചാൽ ഇപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ സെയിം ക്യാരക്ടർ ആണെങ്കിൽ ഐഡൻറ്റിക്കൽ ഔട്ട്പുട്ട് സിമ്പിൾ വരും. അപ്പോൾ എൻ്റെ പ്ലെയിൻ ടെക്സ്റ്റ് ഇപ്പം സപ്പോസ് ക്വസ്റ്റ്യൻ ഇതാണ്, പ്ലെയിൻ ടെക്സ്റ്റ് ഇപ്പോൾ എനിക്ക് ഹെലോ എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ H സംതിങ് ഞാൻ A ആണ് വന്നതെന്ന് വിചാരിച്ചു, E സംതിങ് ഞാൻ F ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് Lന് ഞാൻ സംതിങ് K ആണെന്ന് വിചാരിച്ചു, ഈ Lനും K ആണ് വരുന്നത്. ഇതിന് അനദർ M എന്ന് വിചാരിച്ചു. അപ്പോൾ സെയിം പ്ലെയിൻ ടെക്സ്റ്റ് ക്യാരക്ടർ ഐഡൻറ്റിക്കൽ ഔട്ട്പുട്ട് സിമ്പിൾസ് വരും. അത് ഏത് ടൈപ്പ് ഓഫ് സൈഫർ മെത്തേഡാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതറിയണമെങ്കിൽ നമുക്ക് ഓരോ മെത്തേഡും എന്താണെന്ന് നോക്കണം. അപ്പോൾ അതേ ഓരോ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ആ മെത്തേഡ് എന്താണെന്നുള്ളത് വിൽ ബി കണ്ടിന്യൂയിങ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, താങ്ക് യു.